ഖത്തറിലെ ഇസ്രായേൽ ആക്രമണം ചർച്ച ചെയ്യാൻ അറബ് ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ അടിയന്തര ഉച്ചകോടി ഖത്തറിൽ തുടരുകയാണ്. ഇസ്രായേലിനെതിരെ ശക്തമായ കൂട്ടായ്മ രൂപീകരിക്കാനും ഗൾഫ് മേഖലയുടെ സുരക്ഷ ഉറപ്പാക്കാനുമുള്ള നടപടികൾ തീരുമാനിക്കുന്നതിനുമാണ് നിർണായക യോഗം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വിവരങ്ങളുമായി ജിഷ്ണു രവീന്ദ്രൻ ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ തത്സമയം ചേരുകയാണ്. ജിഷ്ണു, നിലവിലെ യോഗത്തിന്റെ ഒരു പുരോഗതി അത് ഏത് രീതിയിലാണ്? ഈ വിഷയം മാത്രമാണ് പ്രധാന അജണ്ടയായി ചർച്ചയാകുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഇസ്രായേലിനെതിരെ ഒരു സഖ്യം രൂപപ്പെടുന്നു എന്നാണോ? കാരണം അവിടെ അറബ് രാഷ്ട്രങ്ങളുണ്ട്, ഗൾഫ് രാഷ്ട്രങ്ങളെല്ലാം ചേർന്ന ഒരു സഖ്യമായി മാറുന്നു. ഇസ്രായേലിനെതിരെയാണ് നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുന്നത്. അതേസമയം തന്നെ ഖത്തർ അടക്കമുള്ള രാജ്യങ്ങൾ അമേരിക്കയുമായി അടുത്തു നിൽക്കുന്ന രാജ്യങ്ങളാണ്. അങ്ങനെ വേറൊരു രീതിയിൽ ഇവിടെ പശ്ചിമേഷ്യയിൽ കാര്യങ്ങൾ മാറുന്നുണ്ടോ? അതിനാണോ ഒരു കൊപ്പുകൂട്ടുന്നത്? ഒപ്പം തന്നെ യോഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ എന്താണ്? തീർച്ചയായും പ്രജിൻ, ലോകം മുഴുവൻ ഉറ്റുനോക്കുന്നത് ഖത്തറിലേക്കാണ്. ഖത്തറിൽ നടക്കുന്ന അറബ് ഇസ്ലാമിക് ഉച്ചകോടി അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നു, അവസാനിക്കാനിരിക്കുകയാണ്. ഈ സമയത്ത് ചില രാജ്യങ്ങളുടെ തലവന്മാർ, രാജ്യങ്ങളുടെ വിദേശകാര്യമന്ത്രിമാരൊക്കെ നടത്തുന്ന പ്രസ്താവനകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഖത്തർ ഉച്ചകോടിയിൽ അവസാനിക്കുമ്പോൾ, അത് പരിസമാപ്തിയിലേക്ക് എത്തുമ്പോൾ ഒരു ശക്തമായ നിലപാടിലേക്ക്, ശക്തമായ ഒരു സംയുക്ത പ്രസ്താവനയിലേക്ക് ഇസ്രായേലിനെതിരെ ഈ രാജ്യങ്ങൾ എത്തുമെന്ന് തന്നെയാണ് നമുക്കിപ്പോൾ മനസ്സിലാകുന്നത്. എന്നാൽ അതൊരു സൈനിക നടപടിയിലേക്ക് കടക്കുന്ന രീതിയിലേക്ക് മാറുമോ? ഖത്തർ ഒരു തിരിച്ചടി നടത്തുമോ എന്ന ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്ന് ഖത്തർ പ്രധാനമന്ത്രി നടത്തിയ പ്രസ്താവനയുണ്ട്. അറബ് ഇസ്ലാമിക് രാജ്യങ്ങളുടെ പൂർണ്ണ പിന്തുണ തനിക്കുണ്ട് ഇസ്രായേലിനെ നേരിടാൻ എന്ന പ്രസ്താവന ഖത്തർ പ്രധാനമന്ത്രി നടത്തുന്നുണ്ട്. അത് മാത്രമല്ല, പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ഇഷാഖ് ദർ പറയുന്നുണ്ട്, ഈ ലോകം മുഴുവൻ ഈ ഖത്തർ ഉച്ചകോടിയിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി മുന്നോട്ട് എടുക്കുന്ന എല്ലാ നടപടികളെക്കുറിച്ചുമുള്ള റോഡ് മാപ്പ് തയ്യാറാക്കണമെന്നാണ് പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി പറയുന്നത്. അത് മാത്രമല്ല, ഇറാനിയൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിൻ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇനി മുതൽ ഈ ഇസ്ലാമിക് രാജ്യങ്ങളൊന്നും ഇസ്രായേലുമായി ഒരു തരത്തിലുമുള്ള ബന്ധം കാത്തുസൂക്ഷിക്കരുത്, ആ ബന്ധങ്ങളെല്ലാം വിച്ഛേദിക്കേണ്ട സമയമായി കഴിഞ്ഞു എന്ന് ഇറാനിയൻ പ്രസിഡന്റും ഓർമ്മപ്പെടുത്തുന്ന സാഹചര്യം ഇവിടെ ഉണ്ട്. അത് മാത്രമല്ല, ഇന്നലെ ഖത്തർ പ്രധാനമന്ത്രി നടത്തിയ പ്രസ്താവനകളെല്ലാം നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ളതാണ്. ഖത്തർ പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു ശക്തമായ തിരിച്ചടി നൽകും എന്ന്. മാത്രമല്ല, ലോകം അല്ലെങ്കിൽ ഈ പറയുന്ന അന്താരാഷ്ട്ര സമൂഹം ഇസ്രായേലിന് മേൽ ഇരട്ടത്താപ്പ് അവസാനിപ്പിക്കണം എന്നുകൂടി അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഗസയിൽ നടത്തുന്ന വംശഹത്യ വിജയിക്കില്ല എന്ന് ഇസ്രായേലിനെ മനസ്സിലാക്കി കൊടുക്കണം എന്നും അദ്ദേഹം പറയുന്നു. അത് മാത്രമല്ല, അതേ സമയത്ത് സമാന്തരമായി ഇപ്പുറത്ത് അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറിയായ മാർക്കോ റൂബിയോ ഇസ്രായേൽ സന്ദർശനം തുടരുകയാണ്. ഇസ്രായേൽ പ്രധാനമന്ത്രിയുമായി 3 മണിക്കൂർ നീണ്ട കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അവർ മാധ്യമങ്ങളെ കണ്ടിരിക്കുന്നു. ഇസ്രായേലും അമേരിക്കയും ഒത്തുചേർന്ന് ശക്തമായി മുന്നോട്ട് പോകും. രണ്ട് രാജ്യങ്ങളുടെയും സുരക്ഷ ഉറപ്പാക്കാൻ പരസ്പരം ശ്രമിക്കുമെന്നതുൾപ്പെടെയുള്ള പ്രസ്താവനകളാണ് മാർക്കോ റൂബിയോയുടെ ഭാഗത്ത് നിന്ന് വരുന്നത്. എന്ന് മാത്രമല്ല, ഈ ഉച്ചകോടി ആരംഭിക്കുന്നതിന് തൊട്ട് മുമ്പ്, ഖത്തർ ഉച്ചകോടി ആരംഭിക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ഖത്തർ പ്രധാനമന്ത്രി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായും വൈസ് പ്രസിഡന്റ് JD വാൻസുമായും അതുപോലെ തന്നെ സ്റ്റേറ്റ് സെക്രട്ടറിയായ മാർക്കോ റൂബിയോയുമായും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. എന്ന് വെച്ചാൽ ഖത്തർ ഒരു സൈനിക നീക്കത്തിലേക്കാണ് പോകുന്നത് എന്ന് ഇപ്പോഴും നമുക്ക് ഉറപ്പിച്ചു പറയാൻ സാധിക്കില്ല. ഖത്തറും അമേരിക്കയും തമ്മിൽ ശക്തമായ ബന്ധമുണ്ട്. അമേരിക്കയ്ക്ക് ഏറ്റവും വേണ്ടപ്പെട്ട രാജ്യമാണ് ഇസ്രായേൽ. ഇസ്രായേലിനോട് അത്തരത്തിലൊരു നീക്കത്തിലേക്ക് പോകണമെങ്കിൽ അമേരിക്കയെ പിണക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞതുപോലെ അമേരിക്കയോടൊപ്പം ചേർന്ന് ഖത്തർ കണ്ട സ്വപ്നങ്ങളെല്ലാം മാറ്റിവെക്കേണ്ടി വരും. ഈ ഇസ്രായേലിനെതിരെ ഒരു നടപടിയിലേക്ക്, ഒരു സൈനിക നടപടിയിലേക്ക് പോവുകയാണെങ്കിൽ. അതുകൊണ്ട് തന്നെ എന്ത് നടപടിയാണ് വരാൻ പോകുന്നത്, എന്താണ് ഇനി മുന്നോട്ടുള്ള റോഡ് മാപ്പ് എന്നതിൽ ഒരു പ്രസ്താവന വരേണ്ടിയിരിക്കുന്നു. അതിനാണ് ലോകം മുഴുവൻ ഖത്തറിലേക്ക് ഉറ്റുനോക്കുന്നത്. പ്രജിൻ, ജിഷ്ണു രവീന്ദ്രനാണ് ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.